ട്രെയിലർ തുടങ്ങിയപ്പോൾ തൊട്ട് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ എൻകൗണ്ടർ ഒറിജിനൽ വോയിസ് തിരിച്ചോ. ഈ മനസ്സിലായോ പോലും സിനിമയിൽ പ്ലേസ് ചെയ്യോ ഇല്ലെന്ന് അറിയില്ല. തലവർ ഒരു ഉത്സവത്തിന് പോയേക്കെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വേട്ടയൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി. എന്നാലും അത് പറയണ്ട പറ്റിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേട്ടയൻ്റെ ട്രെയിലർ കണ്ടു പോകാം. ഓ ഉണക്കണല്ലേ. குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கிறேன். It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு இதை ஐசோலேட் பண்ணி சொல்ல முடியல சார். அதெல்லாம் நாங்கள் மெயின்டைன் பண்ண முடியாது. எல்லாம் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்தில் என்கவுண்டர் பண்ணியா? தேவையில்லை சார். ஒரு வாரம் ரொம்ப அதிகம். 3 நாள் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். தலைவா Justice delayed is justice denied. Justice hurried is justice dead. ഒറിജിനൽ വോയിസ് തിരിച്ചോ. மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். இல்லைன்னா மூணு போடணும்னு ஆசை இல்லை. கொஞ்சம் மூளை இருந்தால் குற்றங்கள் புத்துநோய் மாதிரி அதை உணர விடக்கூடாது. சார் அவன்கிட்ட வக்கீல் படையாது. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்கிறாங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அட்ரூவ் பண்ணிட்டு இருக்கான்னு சொன்னா அந்த போலீஸ் சரியா வேலை செய்யறது அர்த்தம். சும்மா பேசிட்டு இந்த குழந்தை அவளை தூக்குவாங்க. സ്പീഡ് കൂട്ടിട്ടുണ്ട് അതിനകത്ത് അല്ലേ? അത് സ്ലോയി പറഞ്ഞിട്ട് സുരാജ് அநீதியே நீதியான மாமல்லம். இன்னொரு அநீதியான இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கையில் எடுக்கிறது தப்பில்லை ஜட்ஜ் சார். എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹണ്ടർ என்னை எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. പാപ്പു ട്രെയിലർ നല്ല രസമുള്ള രീതിയിലാണ്. രസമുണ്ട്. അതായത് കുറച്ച് ഇത് ടോൺ ഡൗൺ ആണ് അല്ലേ? യൂഷ്വലി ഇപ്പോൾ ഒരു പടത്തിന്റെ ട്രെയിലർ കട്ട് പോലത്തെ പരിപാടിയല്ല ഇത്. ഇതിന്റെ പ്രിവ്യൂ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം എനിക്കൊന്ന് പ്രിവ്യൂവിനൊക്കെ കുറച്ചുകൂടെ എസ്പെഷ്യലി മ്യൂസിക് അത്രയും ലൗഡ് മ്യൂസിക് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു ക്ലാസ് ലൈനിലാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷെ അത് രസമുള്ള രീതിയിൽ. അതെ അതെ, അങ്ങനെ നമ്മൾ തലവരുടെ ഒരു പരിപാടി കാണാത്തതുകൊണ്ട് അമിതാഭ് ബച്ചന്റെ ശബ്ദം തിരിച്ചു വന്നു. ഇതിനകത്ത് ഇംഗ്ലീഷ് ഡയലോഗ് മാത്രം പറയുന്നത് കേൾപ്പിച്ചിട്ടുള്ളൂ. തമിഴ് എങ്ങനെയാണ് ഇതിന്റെ? അല്ല, അതിന്റെ തമിഴ് മറ്റേ ഇപ്പൊ പ്രിവ്യൂവിന് തന്നെ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പം പുള്ളിയാണ് ഡബിയിരിക്കുന്നത്. തിയേറ്ററിൽ പുള്ളി തന്നെയാണെന്ന് അറിയില്ല. അത് ഇവര് പറയുന്നത് പരിപാടിയാ. അതായത് ഇപ്പൊ കിടക്കുന്ന യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ ഇല്ലേ ഇതിന്റെ പ്രിവ്യൂവിന്റെ, ആ വീഡിയോ റീ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഇവർ ഓഡിയോ കറക്റ്റ് ചെയ്തു. അതെങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് പാടായിരിക്കും, നമുക്ക് പറ്റത്തില്ല. അതെനിക്കൊന്ന് യൂട്യൂബുമായിട്ടുള്ള എന്താ കളികളാന്ന് പരിപാടി രസമുണ്ട്. പിന്നെ കുറച്ച് ചെറുപ്പക്കാർ കുറച്ച് ആക്റ്റീവാണ്. തലയൂറും ജയിലറിനകത്ത് കുറച്ച് പ്രായമുള്ള റോളാണ്. ഇത് കുറച്ചുകൂടെ ആക്റ്റീവാണ്, ചെറുപ്പമാണ്. സാധനം രസമായിരിക്കും. തമ്മിൽ കാണിക്കുന്ന പോലെ ഇവര് സീൻസ്. അതായത് ഇതിപ്പോ ഇതിന്റെ ലൈൻ തന്നെ പുള്ളി എന്നാ ഇത് തമിഴ്നാട്ടിൽ കുറച്ച് അമിതാഭ് ബച്ചന് മേലെ കുറച്ച് ഡയലോഗ് സീൻസ് കാണും. ഡെഫിനറ്റ്ലി പറയണമല്ലോ. പുള്ളി കൗണ്ടർ ചെയ്ത് കുറച്ച് അതായത് പുള്ളി ഇതിന് മറ്റേ എൻകൗണ്ടറിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്, തലവർ. പുള്ളി നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. 2020 പോലെ ആയിരിക്കുമല്ലോ, ഒരു സീൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു സീൻ തിരിച്ചു വരുന്നു. അല്ല, അമിതാഭ് ബച്ചൻ ബേസിക്കലി അങ്ങനെ അത്രയും
ഇതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കൂടുതലും കുറച്ച് അല്ല ചിലപ്പം ഒരു സസ്പെൻഷനൊക്കെ അടിച്ചു കൊടുക്കുമായിരിക്കും കഴിവ് കാരണം. സസ്പെൻഷനൊക്കെ അടിച്ചു കൊടുത്ത് തിരിച്ചു വരും പുള്ളി. അതല്ലേ പറയുന്നത്, ഏത് റോളിലാണെങ്കിലും ഞാൻ അവൻ്റെ അവൻ എൻ്റെ രക്ഷപ്പെടത്തില്ല. അപ്പൊ സസ്പെൻഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും എന്നെ എന്തൊക്കെ ചെയ്യുന്ന കാര്യമില്ല, ഞാൻ ഓർഡർ ഇട്ടാൽ ഞാൻ കൊന്നിരിക്കും. ട്രെയിലർ തുടങ്ങിയ തൊട്ട് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, എൻകൗണ്ടർ. ഇതാണ് നമ്മുടെ ക്രിസ്റ്റഫറിന്റെ ലൈൻ ഇങ്ങനെ ആയിരുന്നു ഇല്ലേ, മമ്മൂക്കയുടെ ക്രിസ്റ്റഫറിന്റെ ലൈൻ ഇത് തന്നെ ആയിരുന്നു. അതിനകത്തും ഈ പരിപാടി തന്നെ. അതായത് പക്ഷെ അന്നും ഈ ഒരുപാട് ടോക്ക് വന്നിരുന്നു ഈ എൻകൗണ്ടർ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. എല്ലാത്തിനും അങ്ങനെ കണ്ടയാൾ ചർച്ച ചെയ്യും. ക്രിസ്റ്റഫറിനെ കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്, അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഞാൻ കട്ടുകളെ. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് പാട്ടുകളുടെ ഈ ഹണ്ടർ വന്താറിലായിരുന്നു മറ്റേ പ്രൊവീനകത്ത് കുറച്ച് ഹൈലൈറ്റ്. പാട്ടൊന്നും വരുന്നില്ലല്ലേ? ഇല്ല, പാട്ട് എനിക്ക് തോന്നുന്നു പടത്തിൽ ഈ മനസ്സിലായോ പോലും സിനിമയിൽ പ്ലേസ് ചെയ്യോ ഇല്ലെന്ന് അറിയില്ല. ലാസ്റ്റ് കാര്യം അത് അതിന്റെ ഈ പടത്തിന്റെ മൂഡ് കണ്ടിട്ട് ഈ പാട്ട് വരുന്ന ആ പോയിന്റ് കുറച്ച് അല്ലെങ്കിൽ ഇൻട്രോ സോങ് ആയിരിക്കും പുള്ളി ഇവിടാണ് പുള്ളിക്കാരൻ അങ്ങനെ വല്ല. കാരണം ഇവര് തലവട്ടമല്ലേ, ഒരു ഓളം വേണമല്ലോ കിട്ടണത്. അതിനുവേണ്ടി തലവർ ഒരു ഉത്സവത്തിന് പോയേക്കാന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല, കേരളത്തിലെ ഭാര്യ മലയാളിയല്ലേ, ഭാര്യ മലയാളി അല്ല. ഈ കഥ നടക്കുന്നത് എവിടെയാന്ന് മനസ്സിലായോ? കഥ നടക്കുന്ന കന്യാകുമാരില്ല. മനസ്സിലായെങ്കിൽ പിന്നെ തിരുവനന്തപുരം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ കേരള തമിഴ്നാട് ബോർഡർ വെച്ചിട്ട് അങ്ങനെയാണ് ആ പാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. അല്ല കുറേ ഷോട്ടുകൾ മറ്റേ ഇതിനു മുമ്പുള്ള ട്രെയിലേഴ്സിന്റെ ഇത് ഇതായി മാറുവാന്ന് തോന്നുന്നു. നമ്മുടെ ജയിലറിനകത്ത് ഇതുപോലെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഷോട്ടുണ്ട്. പിന്നെ നമ്മുടെ കുബേരനല്ലല്ലോ, ഇതിനകത്ത് കോസ്റ്റ്യൂമിൽ കുറച്ച് ജയിലറിന്റെ ഒരു കപാലിക്കത് ഇതുപോലെ ഒരു ജയിൽ ഇങ്ങനെ തുറന്നിട്ട് ഇറങ്ങി വരും. അങ്ങനത്തെ ഷോട്ട് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് പുള്ളിയുടെ സിനിമകളിൽ എന്തോ ഇതായി വരുവാൻ തോന്നുന്നു. അങ്ങനെ ട്രെയിലർ സാധനം അതിപ്പോ തലവരെ നമ്മൾ കാണിക്കാനുള്ള ഒരു ജയിലിൽ നിന്ന് തന്നെ ഇറങ്ങി വരണല്ലേ? അല്ല, അങ്ങനെ ജയിലിലേക്ക് കയറുകയാണ് പുള്ളി ജയിലിൽ പ്രസന്റ് അകത്തേക്ക് കയറി ഒറത്തിൽ ഇറങ്ങുന്നു, ഒറത്തിൽ കയറുന്നു, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഒക്ടോബർ 10 വേട്ടയൻ പാപ്പം